അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ബാബുൻ ഫിൽ മുറാഖബത്തി. മുറാഖബത്തിൽ പറയുന്ന അധ്യായമാണ്. മുറാഖബത്ത് റാഖബ എന്നുള്ള ഫീലിൻ്റെ മസ്തറാണ്. റാഖബ യുറാഖിബു, മുറാഖബത്ത് നിരീക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിരീക്ഷിക്കൽ. അള്ളാഹു നമ്മെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ആ ചിന്തയോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ, ആ ബോധത്തോടുകൂടെ നമ്മൾ ചെയ്യാം. അതിനാണ് മുറാഖബത്ത് എന്ന് പറയുന്നത്. നോക്കാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, അല്ലദീ യറാക ഹീന തഖൂമു വ തഖല്ലുബക ഫിസ്സാജിദീൻ. അള്ളാഹുവിൻ്റെ വിശേഷണം പറയാണ്. അല്ലദീ എങ്ങനെയുള്ളവനായ അള്ളാഹുവാണ്. യറ അവൻ കാണുന്നു, ക നിങ്ങളെ കാണുന്നു, ഹീന തഖൂമു നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത്. നിങ്ങൾ നിസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കും, അപ്പം നിസ്കരിക്കുമല്ലോ, ആ സമയത്ത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തഖല്ലുബക നിങ്ങളുടെ ചലനങ്ങളെയും കാണുന്നു, ഫിസ്സാജിദീൻ നിസ്കരിക്കുന്നവരോടൊപ്പം. സാജിദീൻ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവർ എന്നാണ് ഇവിടെ ഉദ്ദേശം. നിസ്കരിക്കുന്നവർ. സുജൂദ് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് സാജിദീൻ എന്ന് പറഞ്ഞു. നിസ്കരിക്കുന്നവരോട് കൂടെയുള്ള, അവരോടൊപ്പമുള്ള നിങ്ങളുടെ ചലനത്തെയും, നിങ്ങൾ നിസ്കാരത്തിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്തും, അതുപോലെ നിങ്ങൾ ജമാഅത്തായി മറ്റു നിസ്കരിക്കുന്ന ആളുകളോട് കൂടെ നിൽക്കുന്ന അവസരത്തിലും അവൻ അങ്ങയെ, നബിയെക്കുറിച്ചാണ് പറയുന്നത്, നബിയെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, വഹുവ മഅക്കും അവൻ നിങ്ങളോടൊപ്പമാണ്. ഐനമാ കുൻതും നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു, ലാ യഖ്ഫാ അലൈഹി അള്ളാഹുവിൻ്റെ മേൽ, അവൻ്റെ മേൽ അവ്യക്തമല്ല, ഷൈഉൻ ഫിൽ അർളി ഭൂമിയിലുള്ള ഒന്നും, വലാ ഫിസ്സമാ ആകാശങ്ങളിലുള്ള ഒന്നും,
ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ മേൽ അവ്യക്തമല്ല. എല്ലാം അള്ളാഹുവിനക്ക് അറിയാം, വ്യക്തമായും അള്ളാഹുവിനക്ക് അറിയാം. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ. ക്ലിയർ അല്ലേ? അടുത്ത് വഖാല തആല ഇന്ന റബ്ബക, തീർച്ചയായും നിങ്ങളുടെ നാഥൻ റബ്ബ്, ലബിൽ മിർസാദ്, അവൻ എല്ലാം ഉറ്റുനോക്കുന്നവനാണ്, ഒപ്പിയെടുക്കുന്നവനാണ്. എല്ലാം ഒപ്പി എടുക്കുന്ന, ഉറ്റുനോക്കുന്ന ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖാല തആല യഅലമു, അവൻ അറിയും, ഖായിനത്തൽ അഅ്യുനി, കണ്ണുകളുടെ കട്ടുനോട്ടം, കണ്ണുകളുടെ കട്ടുനോട്ടത്തെ അറിയും. വമാ, ഒന്നും അറിയും, തുഖ്ഫിസ് സുദൂറു, ഹൃദയങ്ങൾ മറച്ചുവെക്കുന്ന കാര്യങ്ങളെയും കണ്ണുകളുടെ കട്ടുനോട്ടത്തെയും അവൻ അറിയുന്നവനാണ്. ക്ലിയർ അല്ലേ? കണ്ണുകൊണ്ട് നമ്മൾ കട്ട് നോക്കുന്ന പല സംഗതികളുണ്ട്. നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കും, സൃഷ്ടികൾ മനസ്സിലാക്കും, അത് കാണുന്നില്ല, അറിയുന്നില്ല എന്ന്. പക്ഷെ അള്ളാഹുവിന് അതറിയും. മറ്റവൻ കാണുന്നില്ല, ഇവൻ കാണുന്നില്ല, ഇവരറിയുന്നില്ല എന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ആരറിയും? അള്ളാഹു അറിയും. അതുപോലെ നിങ്ങൾ രഹസ്യമാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളെയും അള്ളാഹു അറിയും. വൽ ആയാത്തു ഫിൽ ബാബി, ഈ അദ്ധ്യായത്തിലുള്ള ആയത്തുകൾ കസീറത്തുൻ, ധാരാളമുണ്ട്, മഅലൂമത്തുൻ, അറിയപ്പെട്ടതുമാണ്. കൂടുതൽ വിശദീകരിച്ച് ഇനി പറയുന്നില്ല. കുറച്ച് 4-5 ആയത്തുകളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ ബാബിൽ, ഈ അധ്യായത്തിൽ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ ധാരാളം അറിയപ്പെട്ടതുണ്ട്. ഇനി ഹദീസുകൾ. വ അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകൾ. ഫൽ അവ്വലു, ഒന്നാമത്തത്, അൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ നഹ്നു ജുലൂസുൻ, ഞങ്ങൾ ഇരിക്കുകയായിരുന്നപ്പോൾ, ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ, സമീപത്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നപ്പോൾ, ഇത് അസമയത്ത്, തലഅ അലൈന, ഞങ്ങളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു, റജുലുൻ, ഒരു മനുഷ്യൻ, ശദീദു ബയാളി സിയാബി, ശക്തമായ വെളുത്ത വസ്ത്രം ധരിച്ച, നല്ല വെള്ളം, വെളുത്ത നല്ല വസ്ത്രം ധരിച്ച,
ഷദീദു സവാദി ഷഅരി, കറുത്ത ശക്തമായ കറുത്ത മുടിയുമുള്ള. അപ്പോൾ ഞങ്ങൾ നബി തങ്ങളുടെ അടുക്കലായിരിക്കെ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച നല്ല കറുകറുത്ത തലമുടിയുള്ള ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഒരാൾ അവിടെ വന്നു. ലാ യുറാ അലൈഹി, അദ്ദേഹത്തിൽ കാണപ്പെടുന്നില്ല അസറുസഫരി, യാത്രയുടെ അടയാളമൊന്നും. യാത്ര ചെയ്ത് ദൂരന്ന് വരികയാണ്, നബി തങ്ങളോട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ വരികയാണ്, അദ്ദേഹം ഒരു യാത്രക്കാരനാണ്, യാത്ര ചെയ്തിട്ടുണ്ട് എന്ന അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൽ ദർശിക്കപ്പെടുന്നില്ല. എന്നാലോ വലാ യഅരിഫുഹു, അദ്ദേഹത്തെ അറിയുകയുമില്ല, മിന്ന, ഞങ്ങളിൽ നിന്ന് അഹദുൻ, ഒരാളും അറിയില്ല. അപ്പോൾ യാത്രക്കാരനും അല്ല, ഞങ്ങളാരും അറിയില്ല. അങ്ങനത്തെ ഒരാൾ വന്നു. ഹത്ത, അങ്ങനെ, ജലസ, അദ്ദേഹം ഇരുന്നു, ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽമുട്ടുകളെ ചേർത്തു വെച്ചു. ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽമുട്ടിലേക്ക് ചേർത്തു വെച്ചു. വവളഅ, അദ്ദേഹം വെക്കുകയും ചെയ്തു. കഫൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈപ്പത്തികൾ, അല ഫഖിദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് തുടയോട് ചേർത്ത് വെക്കുകയും ചെയ്തു. നബി ഒരു മുഅല്ലിമായ ഒരാൾ ഇരിക്കുന്ന, ചോദിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ഒരാൾ ഇരുത്തം പോലെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ തൊടയിൽ വെച്ചു, അതുപോലെ നബിതങ്ങളുടെ തൊടയിൽ വെച്ചു. രണ്ടോ അഭിപ്രായങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ തൊടയിൽ വെച്ചു. അപ്പോഴാണ് ഒരു അദബോട് കൂടെ നമ്മളിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരാളിൽ നിന്നും അറിവ് കേൾക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യാപകൻ്റെ മുമ്പിൽ, ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു കുട്ടി വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുത്തം. പിന്നെ വഖാല, അദ്ദേഹം ചോദിച്ചു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ, അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്, അൻ തീർച്ചയായും കാര്യം, ലാ ഇലാഹ,
ഒരു ഇലാഹും തന്നെ ഇല്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് നീ സാക്ഷ്യം വഹിക്കലാണ്. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കലാണ്. വതുഖീമസ്സലാത്ത, നിസ്കാരത്തിനെ നിലനിർത്തലാണ്, നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക നീ. വതുഅ്തിയസ്സകാത്ത, സകാത്തിനെ കൊടുത്തു വീട്ടുക, സകാത്ത് നൽകുക. സകാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിശ്ചിത നിബന്ധനകളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കുകയും ചെയ്യും. വതസൂമ റമളാന, റമളാൻ മാസത്തിൽ നീ നോമ്പെടുക്കുകയും ചെയ്യുക. വതഹുജ്ജൽ ബൈത്ത, കഅബയിൽ ലക്ഷ്യം വെച്ച് കഅബയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക. എപ്പോ? ഇനിസ്തതഅത, നീ സാധ്യമാക്കിയാൽ, ഇലൈഹി, ഹജ്ജിലേക്ക്, സബീലൻ, മാർഗം. ഹജ്ജ് ചെയ്യാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നീ ഹജ്ജും ചെയ്യുക. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഒരു ശിഷ്യനോട് മറുപടി പറഞ്ഞു കൊടുത്തു ആ രൂപത്തിൽ. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമല്ല, 5 കാര്യം. ഖാല, അപ്പോൾ അദ്ദേഹം കേട്ട ആൾ പറഞ്ഞു, സ്വദഖ്ത, യെസ്, കറക്റ്റാണ്, അങ്ങ് സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅജ്ബ്ന, സ്വഹാബത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഫഅജ്ബ്ന, ഞങ്ങൾ, സ്വഹാബത്ത് പറയാം, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ലഹു, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താ? യസ്അലുഹു, അദ്ദേഹം ചോദിക്കുന്നു, വയുസദ്ദിഖുഹു, അത് സത്യമാണെന്ന് പറയുകയും ചെയ്യുന്നു, ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുക. സാധാരണ ഒരു ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ ശരി, ഉത്തരം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഉത്തരം എനിക്ക് മനസ്സിലായി എന്ന് പറയാനുള്ളത്. നേരെ മറിച്ച് ഇതെന്താ ചെയ്യുന്നത്? ചോദിക്കുകയും ചെയ്യുക, അതിനുശേഷം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതൊരു നബിതങ്ങളെ പരീക്ഷിക്കുന്ന രൂപത്തിലാണല്ലോ. അത് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഖാല, പിന്നീട് അദ്ദേഹം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഇനി എനിക്ക് പറഞ്ഞുകൊണ്ട അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് വിവരിച്ചു തരൂ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി, അൻ തുഅ്മിന, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന, നീ വിശ്വസിക്കലാണ്, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്, വ മലായികതിഹി, അവൻ്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കലാണ്, വ കുതുബിഹി, അവൻ അവതരിപ്പിച്ച കിതാബുകളെ കൊണ്ട് വിശ്വസിക്കലാണ്, വ റുസുലിഹി, അവൻ അയച്ച മുർസലുകളെ കൊണ്ട് വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കലാണ്, വതുഅ്മിന ബിൽ ഖദരി, ഖദർ കൊണ്ട് വിശ്വസിക്കലുമാണ്. ഖദർ കൊണ്ട്
അതായത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ഖൈരിഹി വ ശർരിഹി, ഖൈറായ തീരുമാനവും ഷർറായ തീരുമാനവും. ഖൈറായ അള്ളാഹുവിൻ്റെ കാൽക്കുലേഷനും ഷർറായ കാൽക്കുലേഷനും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈമാൻ കാര്യങ്ങൾ പറയില്ലേ. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുക, അവസാന നാളുകൾ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന ഖദർ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ 6. ഖാല, അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ പറഞ്ഞു, സദഖ്ത, നബിയെ കറക്റ്റാണ്, നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കാണ്. ഖാല, പിന്നീട് ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരൂ. അടുത്ത ചോദ്യം അതായിരുന്നു, ഇഹ്സാൻ എന്താണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദ, നീ ആരാധന ചെയ്യലാണ്. അള്ളാഹുവിനക്ക് നീ ആരാധന ചെയ്യലാണ്. എങ്ങനെ ചെയ്യുക? കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ നീ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ. നീ അള്ളാഹുവിനെ കാണും വിധം. ഞാനിപ്പോൾ അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക. ഫഇല്ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, തീർച്ചയായും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ്, അള്ളാഹു എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ ഇബാദത്ത് എടുക്കുക. നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇഹ്സാൻ. ക്ലിയർ അല്ലേ? ഇതാണ് 3 തരം അറിവ്. ഒന്ന് ഫിഖ്ഹ്, കർമ്മം, അതാണ് ഇസ്ലാം കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ വിഷയം, കർമ്മപരമായ കാര്യങ്ങൾ. ഫിഖ്ഹ് ഇതൊക്കെ അതിലെ വരും. പിന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ, അഖീദ, നമ്മുടെ വിശ്വാസം ക്ലിയർ ആവണം, അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, അതിനെക്കുറിച്ച് അവിടെ വിശദീകരിക്കും. മലക്ക്, മുർസലുകൾ, കിതാബുകൾ, അവസാന നാൾ, ഖദർ, ഖലാ, ഇതിലുള്ള വിശ്വാസം എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യും, വിശദീകരിക്കും. അതാണ് ഈമാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ. മൂന്നാമത്തത് തസവ്വുഫ്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മുടെ പെരുമാറ്റം ശരിയാക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ഇഖ്ലാസ് വേണം നമ്മുടെ വിഷയങ്ങളിൽ, അള്ളാഹു നമ്മെ നോക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധം വേണം, സത്യസന്ധത കാണിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ അതിൽ വരും. ഇത് മൂന്നും നമ്മൾ ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിഖ്ഹ് ഉണ്ട്, അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, പിന്നെ തസവുഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് മൂന്നും
നാം പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചു ഫഅഖ്ബിർനി അനിസ്സാഅ, അന്ത്യനാളിനെ കുറിച്ച് എനിക്ക് വിവരിച്ചു തരണം. എന്നാണ് ലോകം അവസാനിക്കുക എന്നതിനെക്കുറിച്ച് വിവരിച്ചു തരണം എന്ന് പറഞ്ഞു. എപ്പോഴാണ് അത് ഉണ്ടാവുക, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ നബിതങ്ങൾ മറുപടി പറഞ്ഞു, മൽ മസ്ഊലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ, അതായത് ഞാനല്ല, ബി അഅലമ മിനസ്സായിൽ, ചോദിക്കുന്നവനേക്കാൾ അറിവുള്ളവൻ അല്ല. അപ്പോൾ എന്നാണത് എന്ന് എനിക്ക് അറിയില്ല. മൽ മസ്ഊലു അൻഹ, ചോദിക്കപ്പെട്ടവൻ, ബി അഅലമ മിനസ്സായിൽ, ചോദിക്കുന്നവനേക്കാൾ അറിവുള്ളവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഖാല ഫഅഖ്ബിർനി, എന്നാൽ അറിയിച്ചു തരൂ, വിവരിച്ചു തരൂ, അൻ അമാറാത്തിഹ, അതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അൻ തലിദൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക. അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കുക. സാധാരണ ഒരാൾ പ്രസവിക്കുന്നത് ഉമ്മാക്കാരും പ്രാധാന്യം, ഇവിടെ അങ്ങനെയല്ല. അടിമ സ്ത്രീ ഉടമസ്ഥതയെ, യജമാനത്തിയെ പ്രസവിക്കുക. അടിമയിൽ ജനിക്കുന്ന കുട്ടി, അതായത് അടിമയിൽ കുട്ടികൾ ഉണ്ടാകുന്നത് വർദ്ധിക്കും എന്നർത്ഥം. ഉടമസ്ഥൻ സ്വതന്ത്രനാണല്ലോ, അതിന് ഉണ്ടാകുന്ന ഈ അടിമയിലൂടെ ജനിക്കുന്ന കുട്ടികൾ വർദ്ധിക്കും. അപ്പോൾ ഈ ഉടമസ്ഥനെ പോലെയാണല്ലോ ഈ ഉടമസ്ഥൻ്റെ കുട്ടി, അതാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വ അൻ തറ, നിങ്ങൾ കാണലുമാണ്, അൽ ഹുഫാത്ത, ചെരുപ്പു ധരിക്കാത്ത ആളുകളെ, അൽ ഉറാത്ത, വസ്ത്രം ധരിക്കാത്ത ആളുകളെ, അൽ ആലത്ത, ദരിദ്രരായ ആളുകളെയും, റിആ അശ്ശാഇ, ആടുകളെ മേച്ചു നടക്കുന്ന ദരിദ്രരായ, വസ്ത്രമൊന്നും വേണ്ട രൂപത്തിലില്ലാത്ത, ചെരുപ്പ് ധരിക്കാത്ത, അതൊന്നും ഇല്ലാത്ത ആളുകളെ നീ കാണലാണ്. യതത്വാവലൂന, അവർ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഫിൽ ബുനിയാനി, വലിയ വലിയ ബിൽഡിങ്ങുകൾ, പടുകൂറ്റൻ മാളികകൾ
അവർ നിർമ്മിക്കുന്നു. അപ്പോൾ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സുമ്മൻ തലക്ക, പിന്നെ അദ്ദേഹം പോയി. ഫലബിസ്തു, ഞാൻ വെയിറ്റ് ചെയ്തു, മലിയൻ, അല്പസമയം. ഞാൻ അവിടെ തന്നെ നിന്നു, കുറച്ച് സമയം അവിടെ കാത്തു നിന്നു. സുമ്മക്കാല, പിന്നീട് നബി തങ്ങൾ ചോദിച്ചു, യാ ഉമറു, ഏ ഉമറെ, അതദ്രി മനിസ്സായിൽ, അതദ്രി, നിനക്കറിയുമോ, മനിസ്സായിലു, ഈ ചോദ്യകർത്താവ് ആരാണെന്ന് അറിയുമോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവൻ്റെ പ്രവാചകനും അറിയാം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാക്കും, അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ വന്നു, യുഅല്ലിമുക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ, അംറദീനിക്കും, നിങ്ങളുടെ മത വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നതിന് വേണ്ടി വന്നതാണ്. ക്ലിയർ അല്ലേ? വമഅന തലിദുൽ അമത്തു റബ്ബത്തഹ, അതിൻ്റെ അർത്ഥം, അമത്ത് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, റബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഐ സയ്യിദത്തഹ, അവളുടെ ഉടമസ്ഥത, എന്താ പറയുക, ഉടമസ്ഥനെ പ്രസവിക്കുക എന്നാണ്. വമഅനാഹു, അതിൻ്റെ അർത്ഥം, അൻ തക്സുറ സറാരി, ഈ യുദ്ധത്തിൽ പിടിക്കുന്ന തടവുകാർ വർദ്ധിക്കുകയാണ്. സരാരി എന്ന് പറഞ്ഞാൽ യുദ്ധത്തടവുകാർ, യുദ്ധത്തിൽ പിടിക്കുന്ന ആളുകൾ വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇസ്ലാം എത്തും, ഇസ്ലാം കീഴ്പ്പെടുത്തും പല സ്ഥലങ്ങളെയും. എന്നിട്ടോ ഹത്ത തലിദൽ അമത്തു അസുരിയത്തു, അങ്ങനെ പിടിച്ച അമത്ത് പ്രസവിക്കലാണ്, ബിൻതൻ, മകളെ, ലി സയ്യിദിഹ, ആ അടിമയുടെ ഉടമസ്ഥനുള്ള ഒരു മകളെ പ്രസവിക്കുക. അപ്പോൾ ബിന്ദു സയ്യിദി, ഉടമസ്ഥൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ ഫീ മഅന സയ്യിദി, അത് സയ്യിദിൻ്റെ രൂപത്തിൽ തന്നെയാണല്ലോ. ഉടമസ്ഥൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഉടമസ്ഥൻ്റെ പോലെ തന്നെയാണ്. ഒത്തയില വൈറുതാലിക്ക്, അതല്ല എന്നൊക്കെ അർത്ഥമുണ്ട്, അതല്ലാത്ത മീനിങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്ന്, മാതാപിതാക്കളെ എന്ത് ചെയ്യും, കുട്ടികൾ പ്രയാസപ്പെടുത്തും. ഒരു അടിമയോട് പെരുമാറുന്നത് പോലെ മക്കൾ മാതാപിതാക്കളോട് പെരുമാറും എന്നൊക്കെ അതിനർത്ഥം പറഞ്ഞവരുണ്ട്. അവരെ കുറ്റപ്പെടുത്തും, അവരെ ചീത്ത പറയും. അത് വേറൊരു റിവായത്തിൽ അൻ തലിദൽ മർഅത്തു എന്നുണ്ട്, ഒരു പെണ്ണ് യജമാനത്തിയെ പ്രസവിക്കുക, ഈ പെണ്ണിന് ഉണ്ടാകുന്ന കുട്ടി
എന്ത് ചെയ്യും? ഈ യജമാനത്തിയെ പോലെ പെരുമാറും. പിന്നെ അടിമ സ്ത്രീകൾ വർദ്ധിക്കും. അങ്ങനെ ഈ യജമാനനിലുണ്ടായ ആൺകുട്ടികൾ അറിയാതെ മീൻസ് അവർക്കറിയില്ല ഈ അടിമയുമായി ബന്ധപ്പെടുന്നത് എൻ്റെ ഉമ്മയാണ്. ഒരുപക്ഷെ അങ്ങനെ ഉമ്മയോട് വരെ ബന്ധങ്ങൾ വന്നേക്കാം. അത്രത്തോളം അടിമ സ്ത്രീകൾ എന്താവും വർദ്ധിക്കുന്നത്. ഇതിനൊക്കെ ഒരു സൂചനയാണത്. ഇനി വൽ ആലത്തു എന്ന് പറഞ്ഞാൽ അൽ ഫുഖറാഉ, പാവപ്പെട്ടവർ, ദരിദ്രർ എന്നാണ് അർത്ഥം. വഖൗലുഹു മലിയൻ, മലിയ് എന്ന് പറഞ്ഞാൽ ഐ സമനൻ തൊവീലൻ, അല്പസമയം, ഒരുപാട് സമയമല്ല, എന്നാൽ കുറഞ്ഞ സമയമല്ല, കുറച്ച് സമയം അധികം അവിടെ നിന്നു. എല്ലാവരും പോകുന്നവരെ ഞാൻ അവിടെ നിന്നു, കുറച്ചധികം സമയം ഞാൻ അവിടെ നിന്നു. ആ അർത്ഥത്തിനാണ് മലിയൻ ശബ്ദുണ്ട് യാനിക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാശിഫ, ജുമാന, യെസ്, നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ. ഓക്കെ, അടുത്ത് പറയട്ടെ. അസാനി, രണ്ടാമത്തത്, അൻ അബീ ദർരിൻ ജുൻദുബ് ബിൻ ജുനാദത വ അബീ അബ്ദുർറഹ്മാനി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഏത് സാഹചര്യത്തിലായാലും എവിടെയായാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വ അത്ബിഅ, നീ തുടർത്തുക, അസ്സയ്യിഅത, ദോഷത്തിനോട്. ഒരു ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ നീ അതിനോട് തുടർത്തുക. അൽ ഹസനത്ത, നന്മയെ തുടർത്തുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചെയ്താലോ തംഹു ഹ, ആ നല്ലത് ആ തെറ്റിനെ മായ്ച്ചു കളയും. ഒരു ദോഷം ഒരാൾ ചെയ്തു, ഒരു പാപം ചെയ്തു, അപ്പോൾ അതിൻ്റെ തൊട്ടുടനെ ഒരു നന്മ സൽക്കർമ്മം അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഒരു സ്വതക്ക കൊടുത്തു, അപ്പോൾ എന്ത് ചെയ്യും? അത് മായ്ഞ്ഞു പോകും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കും എന്ന് കാണാം എന്ന് ആയത്തിൽ തന്നെ ഉണ്ടല്ലോ. വഖാലിഖിൻ നാസ, ജനങ്ങളോട് നീ പെരുമാറുക, ബിഖുലുഖിൻ ഹസനിൻ,
നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറണം. നല്ല സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് പെരുമാറണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഅ അസ്സയ്യിഅത അൽ ഹസനത തംഹുഹാ. ഇത്തഖില്ലാഹ, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ജനങ്ങളോട് അടുത്ത് നിൽക്കട്ടെ, ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. നാട്ടിലാവട്ടെ, അത് വിദേശത്താവട്ടെ, രാത്രിയാവട്ടെ, പകലാവട്ടെ, രഹസ്യമാവട്ടെ, പരസ്യമാവട്ടെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. അത്ബിഅ, അതും അമ്രാണ്. അത്ബഅ യുത്ബിഉ എന്നുള്ളതിൻ്റെ അമ്രാണ്. നീ തുടർത്തുക. അസ്സയ്യിഅത, ദോഷത്തിനോട് അൽ ഹസനത്ത, നന്മയെ തുടർത്തുക. അങ്ങനെ ചെയ്താൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജവാബ് വരും. 7 ജവാബുകൾ നഹവിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അംറ് വന്നാൽ അംറിൻ്റെ അവിടെ ഒരു ഷർത്ത് സങ്കല്പിക്കും. അങ്ങനെ തുടർത്തിയാൽ തംഹു, ആ പുണ്യം, ആ ഹസനത്ത് മായ്ച്ചു കളയും. ആ ദോഷത്തിനെ. തംഹു എന്നുള്ളത് മുലാരിയാപ്പീനാണ്, ജസ്മാണ്. ആ ജസ്മ് അവസാനത്തെ കളയിലുണ്ട്. ഒരു മഹായംഹു നഗരം, വാവിനെ കളഞ്ഞു അവസാനത്തെ ജസ്മായി. വഖാലിഖിന്നാസ, വഖാലിഖ് അമ്രാണ്. ഖാലഖ യുഖാലിഖു. വഖാലിഖിന്നാസ, ജനങ്ങളോട് നീ പെരുമാറണം. ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറണം. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസൻ. ക്ലിയർ അല്ലേ?